സർവീസിൽ നിന്ന് നീക്കിയ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി ED റിപ്പോർട്ട്. ആരോപണ വിധേയരെ ഉപദ്രവിച്ചുവെന്നും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞതോടെ പി രാധാകൃഷ്ണനോട് നിർബന്ധിത വിരമിക്കലിന് ധനകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഒരുപാട് കഥകൾ ഈ പി രാധാകൃഷ്ണൻ സംഘവും മെനഞ്ഞതാണ്. സ്വർണ്ണക്കടത്ത് കഥകൾ പലത് നമ്മൾ കേട്ടു. ഒടുവിൽ ആ കഥകളെല്ലാം തിരിച്ചടിക്കുകയാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ നിരന്തരം അനുഭവിച്ചിടുകന്നേ വരൂ എന്നല്ലാതെ എന്തു പറയാനല്ലേ? അരുൺകുമാർ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള കേസുകൾ അന്വേഷിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. അതായത് വാർത്താ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയും ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ആരോപണം. അതിന് പിന്നാലെ അദ്ദേഹം EDയുടെ കൊച്ചി യൂണിറ്റിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി ജോലി ചെയ്യുന്നതിനിടയിൽ മറ്റ് ചില ആരോപണങ്ങൾ കൂടി ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ശ്രീനഗർ യൂണിറ്റിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. അങ്ങനെ സമീപിച്ചതോടുകൂടി അതിനെ എതിർത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളുള്ളത്. രാധാകൃഷ്ണൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കെ ആരോപണ വിധേയരെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്തു എന്നുള്ളതാണ് പരാമർശം. ഇത് സംബന്ധിച്ചുള്ള റിട്ടേൺ കംപ്ലൈന്റ് ലഭിച്ചിട്ടുണ്ട്. അതിൽ അന്വേഷണം തുടരുകയാണെന്നുള്ളതാണ് ED സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ അറിയിക്കുകയും ചെയ്തിരുന്നത്. ആ ആരോപണങ്ങൾ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ധനകാര്യ മന്ത്രാലയം രാധാകൃഷ്ണനോട് നിർബന്ധിത വിരമിക്കലിന് നിർദ്ദേശം നൽകിയത്. താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്.